റമദാൻ കാരുണ്യത്തിന്റെ മാസമാണ് പറയുന്നത്. റമദാനിലെ ആദ്യത്തെ 10 കരുണയുടെ 10 കൂടെയാണ്. എങ്ങനെയാണ് ഈ കാരുണ്യത്തിലേക്ക്, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ആ ഒരു കരുണ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതെ, നമുക്ക് അള്ളാഹുവിൻ്റെ കരുണ കിട്ടുക എന്ന് പറയുന്നത് അള്ള എന്നെ പറയുന്നുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ കരുണ എന്ന് പറയുന്നത് രണ്ട് വിധത്തിലുണ്ട്. ഒന്ന്, വ്യാപകമായ കരുണ, എല്ലാവർക്കും കിട്ടും. ഒരു നായക്ക് കിട്ടും, പൂച്ചക്ക് കിട്ടും, മനുഷ്യന് കിട്ടും, മനുഷ്യേതര ജീവികൾക്ക് കിട്ടും. വസിയത്ത് കുല്ലശി, എല്ലാവർക്കും സ്പ്രെഡാവുന്ന കരുണയാണത്. അത് കിട്ടുന്നതോടൊപ്പം തന്നെ നമുക്ക് ഒരു സ്പെഷ്യൽ കരുണയാണ് കിട്ടേണ്ടത്, ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ. അതിനാണ് ഖാസായ കരുണ എന്ന് പറയുന്നത്. അത് കിട്ടണമെങ്കിൽ ഇന്ന റഹ്മത്തല്ലാഹി ഖരീബു മിനൽ മുഹ്സിനീൻ, ഇന്ന റഹ്മത്തല്ലാഹി ഖരീബു മിനൽ മുഹ്സിനീൻ. അള്ളാഹിൻ്റെ കരുണ മുഹ്സിനീങ്ങൾക്കാണ് കിട്ടുക. ഈ മുഹ്സിൻ എന്ന് പറഞ്ഞാൽ മൂന്നർത്ഥമാണ് അതിനുണ്ടാവുക. ഒന്ന്, അൻ തഅ്ബുദ അല്ലാഹ കഅന്നക തറാഹു വ ഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്ക്. അള്ളാഹ് എന്നെ കാണുന്നുണ്ട് എന്നുള്ള തുറന്ന ആത്മാർത്ഥത, അതങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഒരു തുറന്ന ആത്മാർത്ഥത. ഞാൻ കൊടുക്കുന്നതും പിരിവിന് പോകുന്നതും എല്ലാം അള്ളാഹ്ക്ക്. സ്വാഗതവും അധ്യക്ഷതയും ഉദ്ഘാടനവും സംഘാടനവും എല്ലാം അള്ളാഹ്ക്ക്. വേറൊന്നും. ആ ഒരു തുറന്ന ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അള്ളാഹ് അയാളെ ഏറ്റെടുക്കും, ഷുവർ. അതാണ് അള്ളാഹ്ക്കും വേണ്ടത്. അയ്യക്കും അക്സറു അമല, കുറേ അമല അള്ളാഹ്ക്ക് വേണ്ട. അയ്യക്കും അഹ്സനു അമല, ആത്മാർത്ഥതയുള്ള പിള്ളേർ ആരാന്ന് അള്ളാഹ്ക്ക് അറിയേണ്ടത്. എന്താണ്